അപ്പോഴേ ബാംഗ്ലൂർ ഡേയ്സിനെ പറ്റി പറയാമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി. ബാംഗ്ലൂർ ഡേയ്സിനെ പറ്റി പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ചിലപ്പം ആദ്യമായിട്ട് കേരളത്തിന് പുറത്തേക്ക് ഞാൻ പോകാൻ പ്ലാൻ ചെയ്തത് എപ്പോഴാണെന്ന് പറയേണ്ടി വരും. അതെപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ +2 കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എല്ലാവരും ഡിഗ്രിക്ക് ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ അച്ഛന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെ ഡോക്ടറാക്കണമെന്ന്. അപ്പോൾ ഈ ഇംഗ്ലീഷ് മരുന്നുകളോട് നമുക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് എന്നാൽ പിന്നെ ആയുർവേദ മരുന്നുകളോടായാലോ എന്ന് വിചാരിച്ചിട്ട് ആയുർവേദം പഠിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പം എന്തായി, ഞാനും അച്ഛനും കൂടി ഇരുന്ന് 1 മാസം കുത്തിയിരുന്ന് വളരെ കഷ്ടപ്പെട്ട് പിന്നെ സംസ്കൃതമൊക്കെ പഠിച്ചു കേട്ടോ. നല്ല രസമായിരുന്നു പഠിക്കാൻ. അതിൽ പല ശ്ലോകങ്ങളും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതൊന്നും ഇവിടെ പറയുന്നില്ല. എന്നാലും സംസ്കൃതമൊക്കെ പഠിച്ചു. പിന്നെ കേരളത്തിൽ അപ്ലൈ ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ മൈസൂരിലേക്ക് മെല്ലെ ചുവട് മാറ്റി പിടിച്ചു. അപ്പോൾ എന്തായെന്ന് വെച്ചാൽ മൈസൂരിൽ JSS കോളേജിൽ ആയുർവേദത്തിന് നോക്കാമെന്ന് വിചാരിച്ച് പോയി. ആയുർവേദത്തിന് നോക്കാമെന്ന് വിചാരിച്ച് പോയി. അതിൽ ചില കൺഫ്യൂഷനൊക്കെ ആയി. അപ്പോൾ എന്താ വെച്ചാൽ അതിനിടയ്ക്ക് കേരളത്തിൽ കുറച്ചധികം ആയുർവേദ കോളേജുകൾ അനുവദിക്കുകയെ. അപ്പോൾ ആയുർവേദം മൈസൂരിൽ പഠിച്ചിട്ട് കേരളത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള കുറച്ച് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഡബിൾ മൈൻഡ് എന്നൊക്കെ പറയാം. ഡബിൾ മൈൻഡ് ചിന്തകളൊക്കെ വന്നതുകൊണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളൊക്കെ വന്നതുകൊണ്ട് ആ പ്ലാൻ തൽക്കാലം വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് പിന്നെ പഠിക്കാൻ പ്ലാൻ ചെയ്ത് എന്താ പറയുക, ഒരു ട്രിപ്പിൾ മെയിനാണ്. അതിൽ ഒരു സബ്ജക്റ്റ് ഫിസിക്സ് ആയിരുന്നു എനിക്ക് ഓർമ്മയുണ്ട്. ബാക്കി 2 സബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ശരിക്കും ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും 3 സബ്ജക്ട്സ് മെയിൻ. ഒരു സബ്ജക്റ്റ് ഡിഗ്രിക്ക് മെയിൻ പഠിക്കാൻ മടിയുള്ള ഞാൻ 3 സബ്ജക്റ്റ് മെയിൻ പഠിക്കാനുള്ള പ്ലാനുമായിട്ട് മൈസൂരിലേക്ക് പോവാണ്. അപ്പോൾ ഞാനും അച്ഛനും കൂടിയാണ് പോണത്. അമ്മ പൊതുവേ അങ്ങനെ ഇല്ല. പിന്നെ വീട്ടിൽ അനിയനും അനിയത്തിയൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ എല്ലാവരും കൂടി ഒരു ഫുൾ ഫാമിലി ആയിട്ടൊന്നും മൈസൂരിലേക്ക് പോകാനുള്ളൊരു അവസ്ഥയല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെന്താ ചെയ്യുക, ഞാനും അച്ഛനും കൂടി പുറപ്പെട്ടു. കുറച്ച് ബസ്സിലിരുന്ന് കുറച്ച് ദൂരം അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ, അപ്പോൾ അതിന് മുമ്പ് ഞാൻ വീട്ടിൽ നിന്ന് മാറിയിരുന്നില്ല. +2 വരെയും വീട്ടിൽ തന്നെ നിന്ന് പഠിച്ചതുകൊണ്ട് പെട്ടെന്നൊരു സങ്കടം. എന്താ, മൈസൂരൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരമല്ലേ, ദിവസം വന്നു പോകാനൊന്നും പറ്റില്ലല്ലോ. ഞാൻ ബസ്സിലിരുന്ന് നല്ല കരച്ചിൽ കരഞ്ഞു, അച്ഛാ എനിക്ക് പോകണ്ട, എനിക്ക് തിരിച്ചു പോകണം. പാവച്ചൻ ഇതെന്ത് സാധനം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ പിന്നെ അവിടെ പോയി കാണാൻ ഇല്ല, അങ്ങനെയല്ല. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തീരുമാനമാക്കാൻ പോയപ്പോഴാണെന്ന് തോന്നുന്നു. എന്തായാലും എൻ്റെ ഒരു കരച്ചിൽ സംഭവിച്ചിട്ടുണ്ട് അതിന് മുമ്പിലെ. ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഓർമ്മയില്ലാത്ത കാര്യങ്ങളാണ്. അപ്പം എന്തായാലും ഈ ഡിഗ്രി ട്രിപ്പിൾ മെയിൻ പഠിക്കാൻ പോകാനിരുന്ന ഞാനാണ്. അപ്പോൾ ഹോസ്റ്റലിലേക്കുള്ള യാത്രയെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഹോസ്റ്റലിൽ ചേർന്ന് പഠിക്കാനുള്ള പ്ലാനൊക്കെ എൻ്റെ ഈ കരച്ചിലിൽ അച്ഛൻ വേണ്ടാന്ന് വെച്ചു. പിന്നെ അവിടെ ഒരു എന്തോ ഡെപ്പോസിറ്റ് കൊടുത്തിരുന്നു. അത് കിട്ടാത്തതാണ് സാധാരണ. പക്ഷെ ഞങ്ങളുടെ ഏജൻറ്റ് അച്ഛനെ അറിയാവുന്ന ആളായതുകൊണ്ട് അത് പിന്നെ അയാൾ തിരിച്ചു കൊടുത്തതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ ഒരു മൈസൂർ യാത്ര അതിനിടയ്ക്ക് നടത്തി, ബാംഗ്ലൂർ വരുന്നതിന് മുമ്പ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ല ഡീസൻ്റായി മാനന്തവാടിയിലും മേരിമാത കോളേജിൽ പോയി ഡിഗ്രിയൊക്കെ പഠിച്ചു. അതും വലിയ താല്പര്യമില്ലാത്ത സാധനങ്ങളൊക്കെയാണ് പഠിച്ചത്. പക്ഷേ കമ്പ്യൂട്ടർ സയൻസിൽ ഡിഗ്രിയൊക്കെ പഠിച്ചു. ഡിഗ്രി പഠിച്ചിറങ്ങിയ സമയത്ത് എന്താ പറയുക, ബാങ്ക് എക്സാം എഴുതാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു. അപ്പോഴേക്കും അതിനിടയ്ക്ക് MSc ഒക്കെ വന്ന് വിട്ടു. പിന്നെ MSc കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീണ്ടും ഔട്ട് ഓഫ് കേരള എന്നുള്ള സംഭവം വന്നു വിടുന്നത്. ഔട്ട് ഓഫ് കേരള വന്നു വിട്ടു. അപ്പോഴേക്കും എൻ്റെ MSc കഴിയുമ്പോഴേക്കും ഡിഗ്രി കഴിഞ്ഞ് അനിയത്തി ഇവിടെ ജോലിക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു കാരണമായല്ലോ. ബാങ്ക് എക്സാമുകൾ എഴുതിയെന്നാൽ പിന്നെ ഇവിടെ ഏതെങ്കിലും ബാങ്കിൽ നിന്നൊക്കെ വിചാരിച്ച് ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഞാൻ വീട്ടിലിരുന്ന് ഗംഭീര പഠിത്തം. RS അഗർവാളിൻ്റെ പുസ്തകം, ആ പുസ്തകം, ഈ പുസ്തകം, ബ്രില്യൻസിൻ്റെ ഗൈഡ്, ഇനി പഠിക്കാത്തതൊന്നുമില്ല. പക്ഷെ അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പിന്നെ റിട്ടേൺ എക്സാമൊക്കെ ക്ലിയർ ആവും. പക്ഷേ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ സംസാരിക്കാൻ പറ്റില്ല. എന്താ അറിയുമോ, ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്ക് കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇടയ്ക്ക് അച്ഛൻ എൻ്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ഞാൻ വലിയ കാര്യമായിട്ട് സംസാരിക്കും. പക്ഷേ 4 പേരിൽ കൂടുതൽ ആളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ ബാങ്ക് എക്സാമിന് ശേഷമുള്ള ഇൻ്റർവ്യൂസൊക്കെ ഒരു വിധത്തിൽ ഗോവിന്ദയായി. പിന്നെ ഒരു വഴി എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ വരെ എന്തെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യുക.
ഇത്ര തന്നെ. അപ്പോൾ ബാംഗ്ലൂരിന് വന്നതും കോഴ്സിന് ജോയിൻ ചെയ്തതുമായ സംഭവബഹുലമായ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം പറയാം, അടുത്ത വീഡിയോയിൽ. അപ്പോൾ ശരി, ബൈ ബൈ.